ലമ്മാദന വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് അടുത്ത സമയത്ത്, വഖറബ ഫിറാഖുഹു അൻ ഉമ്മത്തിഹി, തന്റെ ഉമ്മത്തിനെ തൊട്ട് അല്ലാഹുവിന്റെ ഹബീബ് വിട്ടുപിരിയാനും അടുത്ത സമയത്ത് ബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ കരഞ്ഞുപോയി. സഹോദരങ്ങളെ, എന്തിനാണ് കരഞ്ഞത്? ഇദാ ഖറജ്തു മിനദ് ദുനിയാ, ഞാൻ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ, ഫമൻ യുബല്ലിഗു സലാമുല്ലാഹി അലാ ഉമ്മത്തി, അല്ലാഹുവിൽ നിന്നുള്ള സലാം എന്റെ സമുദായത്തിന്, എന്റെ ഉമ്മത്തിന് ആരാണ് എത്തിക്കുക? അതോർത്തുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞതാണ്. ആ സമയത്ത് ഫഫറഹല്ലാഹു ഖൽബഹു ബിഖൗലിഹി തആല, അല്ലാഹു തആല മുത്തുനബിന്റെ ഖൽബിന് സന്തോഷം കൊടുത്തു. ബിഖൗലിഹി തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സൂറത്തുൽ ഖദറിൽ നമുക്കറിയാം, ലൈലത്തുൽ ഖദറിന്റെ അന്ന് മലക്കുകൾ ഇറങ്ങുന്നതാണ്. അല്ലാഹുവിന്റെ സമ്മതപ്രകാരം എല്ലാ കാര്യങ്ങളുമായി കൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെയും അന്ന് സലാമാണ്, രക്ഷയാണ്. അല്ലാഹുവിൽ നിന്നുള്ള സലാം തന്റെ അടിമകൾക്ക് കൈമാറുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. സഹോദരങ്ങളെ, അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നെന്താണ്? മലക്കുകളുടെ സലാമാണ്, അവരുടെ മുസാഫഹത്താണല്ലോ, അല്ലെ? അത് കിട്ടിയ ആളുകൾ രക്ഷപ്പെടുന്നതാ. എന്നാൽ ആർക്കാണ് മുസാഫഹത്ത് ലഭിക്കുക? അത് ലഭിച്ചതിന്റെ വല്ല അടയാളവും ഉണ്ടോ? സഹോദരങ്ങളെ, മലക്കുകൾ വരും, ആ മലക്കുകളുടെ മുസാഫഹത്തും സലാമും നമുക്ക് ലഭിക്കണം. അത് ലഭിച്ചതിന്റെ വല്ല അടയാളവുമുണ്ടോ? അതേ മഹാന്മാര് പഠിപ്പിക്കുന്നു, ഒരാളുടെ തൊലിക്ക്, ശരീരത്തിനൊരു വിറയൽ അനുഭവപ്പെട്ടാൽ, അവന്റെ ഹൃദയം ഒന്ന് നോർമലായാൽ, അവന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുകയും ചെയ്താൽ, മൂന്ന് അടയാളങ്ങളാ പറഞ്ഞത്. ഒന്ന്, അവന്റെ ശരീരത്തിനൊരു വിറയല് അനുഭവപ്പെടും, ഒരു വൈബ്രേഷൻ ഉണ്ടാകും. മറ്റൊന്ന്, അവന്റെ ഹൃദയം കാഠിന്യമുള്ള ഹൃദയമായിരുന്നെങ്കിൽ അത് നോർമലാകും, നോർമൽ ഹൃദയമാകും. ഒരാളോടും വെറുപ്പും വിദ്വേഷവും പകയുമില്ലാതെ മനസ്സിനൊരു ചേഞ്ച് വരുന്നതാണ്. മറ്റൊന്നറിയാതവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നതാ. ഇങ്ങനെ മൂന്ന് കാര്യം ഒരാൾക്കുണ്ടായാൽ, ഫമിൻ അസരി മുസാഫഹതിഹി വലി ജിബ്രീൽ, അതേ ജിബ്രീലിന്റെയും മറ്റു മലക്കുകളുടെയും മുസാഫഹത്തിന്റെ അടയാളമാണതെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ്